നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്രൂരത എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ചെറുതായി പോകും. അതിക്രൂരത എന്ന് വേണം വിളിക്കാൻ. തിരുവനന്തപുരം നേമത്ത് ഒരു കുഞ്ഞ് അങ്കനവാടി സാധാരണ പോലെ പോയി തിരിച്ച് ആ കുഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ ആ കുഞ്ഞിന്റെ കവളിൽ ഒരു വശത്ത് 4-5 വിരലുകൾ ചുവന്ന് കിടക്കുവാണ്, ഇങ്ങനെ പാടായിട്ട്. അപ്പോൾ വീട്ടുകാരെ കരയുന്നുണ്ട്. കുട്ടി എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് അങ്കനവാടി ടീച്ചർ ആ കുട്ടിയെ തല്ലിയത്രേ. എന്താണിത്? നമ്മളൊക്കെ അച്ഛനമ്മമാർ കുഞ്ഞുങ്ങളെ വളരെ സുരക്ഷിതരായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ അങ്കനവാടിയിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതും അങ്കനവാടിയിലത്തെ ഒരു പ്രായം എന്ന് പറയുമ്പോൾ 2.5-3 ആ ഒരു പ്രായം. ഏതായാലും ഇപ്പോൾ വരുന്നത് അവരെ സസ്പെൻഡ് ചെയ്തു എന്നാണ്. എന്നിരുന്നാലും ഇനി നാളെയും കുഞ്ഞുങ്ങൾ അങ്കനവാടിയിൽ പറഞ്ഞയക്കുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും ഇതൊരു ഭയമല്ലേ ഉള്ളിൽ ഉണ്ടാക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും കൃഷ്ണേന്ദു, ഞാനൊരു അമ്മയാണ്, കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്കൊക്കെ ചില സമയത്ത് നമ്മുടെയൊക്കെ നിയന്ത്രണം വിട്ടുപോകുന്ന സന്ദർഭങ്ങൾ, കുരുത്തക്കേടുകളൊക്കെ കാണിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞ് കാലഘട്ടങ്ങളിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അമ്മയെന്ന് പറയുന്ന പദവി ഈ പറയുന്നോണം വീട്ടമ്മയെന്നൊക്കെ പറഞ്ഞ് ചിലർ പുച്ഛിച്ച് തള്ളുമ്പോഴും അത് വല്ലാത്ത ഒരു ജോലി തന്നെയാണ്. അപ്പം ആ ഒരു ഘട്ടം നമ്മൾ ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ നിയന്ത്രണവും വിട്ടുപോകുന്നത്. കാരണം അത്രത്തോളമാണ് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. അവർക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊന്നും അറിയില്ല. ഇങ്ങനെ പാറി നടക്കുന്ന, എന്തിനും ഈ പറഞ്ഞ അക്രമ സ്വഭാവം കാണിക്കുന്ന ചില കുട്ടികളൊക്കെ എപ്പോഴും ഇങ്ങനെ വിരുത്ത് നടക്കും. അതെടുക്കും ഇതെടുക്കും. പക്ഷേ ഞാനും എൻ്റെ കുട്ടികളെ മൂത്ത കുട്ടികളെ അംഗനവാടിയിലാണ് വിട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരു ഡേ കെയർ ഹോമിൽ കൊണ്ടുവന്നു ആക്കി. പക്ഷേ ആദ്യത്തെ ദിവസം അറിയാമല്ലോ, നമ്മൾ മാറി നിൽക്കും. പക്ഷെ കരച്ചിൽ തീരെ നിർത്തുന്നില്ല. അപ്പം ഒരു രക്ഷയില്ല. അപ്പോൾ അവർ തന്നെ പറഞ്ഞു നിർത്തുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും ഈ പറഞ്ഞോണം ഞാൻ എന്ത് ചെയ്തു, അംഗനവാടിയിൽ കൊണ്ടുവന്ന് വിട്ടു. അപ്പം ഞാൻ ചെന്നപ്പം അവിടുത്തെ ഒരു ആയ ഉണ്ടായിരുന്നു. അവിടെ ഈ പാത്രങ്ങൾ ഉച്ചയ്ക്ക് ഇവർക്ക് ഫുഡൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചെന്ന് എൻ്റെ മക്കളോ ഉള്ള പാത്രങ്ങളെല്ലാം ആദ്യം ഒരു തവി എങ്ങാണ്ടാണ് മോന് കൊടുത്തത്. അതുവഴി ആയയുടെ പുറയിലങ്ങ് പോയി. പിന്നെ അവിടെ ഇരുന്ന പാത്രങ്ങളിട്ട് പാട്ട് എന്തായാലും ഇതൊക്കെ ഞാൻ മാറി. അപ്പോൾ സ്ഥിരം 2-3 ദിവസം ഇങ്ങനെ ചെല്ലുമ്പോൾ അടുക്കളയിലോട്ട് പോവുക, പാത്രങ്ങളിട്ട് കൊടുക്കുക. അങ്ങനെ അവരൊരു നാക്കിലാണ് സത്യം പറഞ്ഞ കുഞ്ഞുങ്ങൾ. പിന്നെ അവർക്ക് പോകാൻ ഭയങ്കര ഉത്സാഹമായി. അത് ആ ടീച്ചറുടെയും ഒരു പക്ഷേ ആയയുടെയൊക്കെ ഒരു ഉത്സാഹം നാക്കാണ്. അത് കുറേ വർഷങ്ങളായി. അന്ന് പക്ഷേ ഇത്രത്തോളം അംഗനവാടിയൊന്നും വലിയ വികസനമൊന്നും ഇല്ല. ഇപ്പം ഞാനും ഈ പറഞ്ഞതുപോലെ അംഗനവാടിയിലൊന്നും പോയിട്ടില്ലെങ്കിലും നമുക്കൊക്കെ അന്ന് ഇപ്പം ആശാൻ പള്ളിക്കൂടോ ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ അന്നൊക്കെ നമ്മളെ വഴക്ക് പറയാറുണ്ട്, പേടിപ്പിക്കാറുണ്ട്. പക്ഷെ എനിക്കൊന്നും അങ്ങനെ അടി കിട്ടിയതായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇത് ഇത്തിരി നല്ല രീതിയിൽ കടുത്തുപോയി. അപ്പം ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അംഗനവാടി ടീച്ചേഴ്സ് ആയമാർക്കൊക്കെ നിരവധി പരിശീലന ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഒരു കൗൺസിലിങ്ങിനും കൂടെ വിധേയമാക്കണം. കാരണം ഇവരുടെ മാനസികാവസ്ഥ, വീട്ടിൽ നിന്ന് വരുന്ന മാനസികാവസ്ഥ, ഇവർ ക്രിമിനൽ മൈൻഡ് ഉള്ളവരാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇവർ കുട്ടികളെ വളർത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ കൃത്യമായിട്ടുള്ള ഒരു പരിശീലനവും ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും അറിയാണ്ട് ഇത് ഈവൻ അംഗനവാടി മാത്രമല്ല എല്ലാ സ്കൂളുകളിലും, അത് പ്രൈവറ്റ് സ്കൂളുകളിലാണെങ്കിലും ഗവൺമെൻറ് സർക്കാർ സ്കൂളുകളിലാണെങ്കിലും പഠനത്തിൻ്റെ അപ്പുറം ഒരു ടീച്ചർ എന്ന് പറയുന്ന വല്ലാത്തൊരു പദവിയാണ്, ഒരു അമ്മയുടെ പദവി കൂടിയാണ് ഒരു മാഷ് എന്നൊക്കെ പറയുന്നത് ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഇവർ ഇപ്പം സെറ്റും നെറ്റും ഒക്കെ എഴുതി BEd ഒക്കെ എഴുതി പാസ്സായി, അല്ലെങ്കിൽ PSC ഒക്കെ എഴുതി പാസ്സായവരെ ടീച്ചറായിട്ട് എടുക്കുക. ഇതിൻ്റെ മാനദണ്ഡത്തിലൊക്കെ എടുക്കുമ്പോൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്, ഇവർക്ക് അതിനുള്ള ക്ഷമയുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ BEdൽ ഉണ്ടായിരിക്കാം. പക്ഷെ അതിനപ്പുറം ഇവർക്കൊരു സെഷൻ, ഒരു ഇൻറ്റേൺഷിപ്പ് പോലെയൊക്കെ നൽകി അതിൻ്റെ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഇവരെയൊക്കെ ജോലിക്കെടുക്കാൻ. കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ പറ്റത്തില്ല. നിരവധി ഇടങ്ങളിൽ, ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, നിരവധി ഇടങ്ങളിൽ ഡേ കെയർ സെൻറ്ററുകളിലും ഇത്തരത്തിലുള്ള അംഗനവാടികളിലൊക്കെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിടത്ത് മാത്രമായിട്ടല്ല. ഇപ്പോൾ ഡേ കെയർ സെൻറ്ററുകളിലൊക്കെ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ജോലിയുള്ള, പ്രത്യേകിച്ച് ട്രിവാൻഡ്രം പോലുള്ള എറണാകുളം പോലുള്ള സിറ്റികളിലൊക്കെ അച്ഛനും അമ്മയ്ക്കും ജോലിയുള്ളവർ എന്ത് ചെയ്യും, വൈകുന്നേരമൊക്കെ കുട്ടികളെ ഡേ കെയർ സെൻറ്ററിൽ കൊണ്ടുവന്ന് വിടും. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് കുട്ടികളെ പരിപാലിക്കുന്നത് അറിയത്തില്ല. നമ്മളടുത്ത് കുഞ്ഞുമക്കൾ വന്നിരുന്നുകൊണ്ട് അമ്മ അടിച്ചു, പിച്ചി, ടീച്ചർ വഴക്ക് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മൾ ടീച്ചർ അടിച്ചു, അല്ലെ ടീച്ചർ ഒരു കൊട്ടിക്കാണ്, നീ കുരുത്തക്കേട് കാണിച്ചിട്ടല്ലേ എന്ന്. കാരണം നമുക്കറിയാലോ നമ്മുടെ മക്കളുടെ സ്വഭാവം. പക്ഷെ അങ്ങനെ നിസ്സാരമായിട്ട് നമ്മൾ കളയരുത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ വൈകിട്ട് വരുമ്പോൾ നമുക്ക് ക്ഷീണമൊക്കെ കാണും. പക്ഷെ കുറച്ച് നേരം നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വരുന്ന വിശേഷങ്ങൾ, അംഗനവാടിയിൽ നിന്ന് വരുന്ന വിശേഷങ്ങൾ, ഡേ കെയർ ഹോമിലാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിശേഷങ്ങൾ കുറച്ച് നേരം കുഞ്ഞുങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തിട്ട് അവരിൽ നിന്ന് കറക്റ്റ് ക്യാച്ച് ചെയ്തെടുക്കുക. ചിലപ്പോൾ അവർ പോലും ഇത് മറന്നു പോയിരിക്കാം. നമ്മൾ ആ കുട്ടിയൊക്കെ ഒന്ന് വൈകിട്ട് കുളിപ്പിക്കുമ്പോഴോ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഒന്ന് നോക്കുക. ഇന്നത്തെ കാലം അത്ര നല്ലതല്ല എന്നുള്ളതാണ്.
ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു പിക്ചർ കണ്ടപ്പം എനിക്ക് വല്ലാണ്ട് വിഷമം വന്നു. എന്ന് വെച്ചാൽ ആ 4 വിരലിന്റെ പാട് ഈ കന്നത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അത് അല്ല, പണ്ടൊക്കെയുള്ള മാഷുമാര് നന്നായിട്ട് ഉപദ്രവിക്കും. എനിക്കും കിട്ടിയിട്ടുണ്ട് അടി. അത് അവരൊരു ചൂരലെടുത്തിട്ട് അവര് ഈ ഇളിക്ക് താഴെ, ഒരിക്കലും മർമ്മസ്ഥാനത്തോ അങ്ങനെയൊന്നും അവര് അത് ഇളിക്ക് താഴെ, അത് അവിടെ ചോര പതിഞ്ഞെടുക്കും. ഇതുപോലെ നമ്മുടെ കയ്യിലൊക്കെ ഇത് അല്ലെങ്കിൽ ഇത് അന്ന് നന്നായിട്ട് മർദ്ദിക്കുന്ന മാഷുമാരും ഉണ്ട്. ഈ പറഞ്ഞ ചില പേരൻസ് ഒക്കെ അതിന് കംപ്ലൈന്റ് ഒക്കെ അന്ന് കൊടുത്തിട്ടുണ്ട്. അവര് പിന്നെ ഒതുങ്ങിയിട്ടുമുണ്ട്. പക്ഷെ അന്നത്തെ പോലുള്ള ഒരു പ്രഹരം അല്ല ഇപ്പോൾ. ഇപ്പം കുട്ടികളോട് ഒരു ഇവിടേക്ക് ഇങ്ങനെ അടിക്കുക എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന ഇപ്പൊ ENT കാണിച്ചിട്ടുണ്ട്. അപ്പം എന്തുമാത്രം ആ കുഞ്ഞ് 2.5 വയസ്സുള്ള കുഞ്ഞിനെ ഇത്രമാത്രം ഉപദ്രവിക്കാൻ വേണ്ടി ശരിക്കും അവരൊരു സ്ത്രീയാണോ ഒരു അമ്മയൊക്കെ ആണോ അതെ. പിന്നെ ആ കുഞ്ഞ് രണ്ടാമത് ഫുഡ് എങ്ങാണ്ട് വാങ്ങിക്കാൻ ആഹാരത്തിനെങ്ങാണ്ട് ചെന്ന് പോകരുതെന്ന് കണ്ട് ആരോ പറഞ്ഞു. കാരണം അത്രയ്ക്ക് കുട്ടി പേടിച്ചു പോയി. ഇനിയും ടീച്ചർ അടിക്കുമോ എന്നുള്ള പേടി. കുട്ടി ആകെ ട്രോമയിലായെന്നാണ് പറയുന്നത്. അപ്പൊ ഈ 2.5 വയസ്സിലൊക്കെ ഈ കുഞ്ഞിനെ അതിന്റെ മാനസികമായിട്ടും മാത്രമല്ല, അത് അപ്പോഴനുഭവിച്ച ഒരു വേദന, അത് ശാരീരിക വേദന മാത്രമല്ല, അതിന്റെ ഉള്ളിലുള്ള ഒരു ഭയമുണ്ട്. ട്രോമയിലോട്ട് ഒരു ഭയം, പിന്നീട് സ്കൂളുകളിലേക്ക് പോകാനുള്ള ഒരു ഭയം, അച്ഛനെയും അമ്മയും വിട്ടു നിൽക്കാനുള്ള ഭയം, അല്ലെ അമ്മയിൽ നിന്ന് പെട്ടെന്ന് മാറാനുള്ള ഭയം, ഇതൊക്കെ ആ കുട്ടിക്ക് വന്നു പെട്ടിട്ടുണ്ട്. ഇനി ആരെയും വിശ്വസിക്കാത്ത ഒരു രീതിയിലേക്ക് ആ കുട്ടി പോകും. കാരണം പേടിയാവും, കുഞ്ഞു ഭയപ്പെട്ടു പോകും, ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഭയം. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ അംഗനവാടി സ്കൂളുകളൊക്കെ ഇന്ന് നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ വലിയ രീതിയിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയേ വേണ്ടെന്നാണ് പറയുന്നത്. അവർ കളിയിലൂടെയും ചിരിയിലൂടെയും കളിച്ച് ചിരിച്ചു വളരട്ടെ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ എങ്ങനെയാണ് അവർ കളിച്ച് ചിരിച്ചു വളരുന്നത്? ഞാൻ എല്ലാവരെയും കുറ്റം പറയുന്നില്ല. ചില മാഷുമാരെയൊക്കെ ഉണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് കണ്ടു ഒരു മാഷ്, പ്രത്യേകിച്ച് എനിക്കൊന്ന് ടീച്ചർമാരെക്കാളും കുറച്ചുകൂടെ ആൺമാഷുമാരാണ്, യൂത്ത് പിള്ളേരൊക്കെ കുറച്ച് ഇറങ്ങുന്നുണ്ട്. അവരൊക്കെ ടെമ്പററി ആയിട്ട് അധ്യാപനത്തിലേക്ക് വരുന്നതാണെന്നാണ് തോന്നുന്നത്. പെർമനന്റ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ ഈ മാഷിന്റെ മണ്ടയിൽ 2 കുഞ്ഞു പെൺപിള്ളേര് ക്ലിപ്പുകളെല്ലാം കൊണ്ടുവന്ന് കുത്തി വെക്കുന്നു. മാഷ് ഇങ്ങനെ ഇരുന്ന് മാഷിന്റെ ഹോംവർക്ക് അവിടെ ഇരുന്ന് അത് ചെയ്യുന്നു. മാഷിന്റെ ഷർട്ടിനകത്ത് ക്ലിപ്പ് കൊണ്ടുവന്ന് കുത്തി വെക്കുന്നു, തലമുടി പിടിച്ച് കെട്ടി വെക്കുന്നു. അതിനെല്ലാം നിന്ന് കൊടുക്കുന്ന ഒരു മാഷ്. അതോടൊപ്പം തന്നെ പാട്ട് പാടുന്ന, കുട്ടികളോടൊപ്പം കളിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ കുസൃതികൾ പറയുന്ന ചില മാഷുമാരൊക്കെ പോകുമ്പോൾ പിള്ളേർ ഭയങ്കര സങ്കടമാണ്. ശരിക്കും പറഞ്ഞാൽ അതാണ് അധ്യാപകൻ എന്ന് പറയുന്നത്. ശരിക്കും ഒരു അമ്മയും അച്ഛനും ഒക്കെ ചെയ്യുന്ന ജോലി അതിനേക്കാളും ഭംഗിയായിട്ട് നിർവഹിക്കാൻ പറ്റുന്നതായിരിക്കണം അധ്യാപകൻ എന്ന് പറയുന്നത്. അവരുടെ കൂട്ടായിരിക്കണം. കാരണം കുഞ്ഞു കുട്ടികൾ ഇപ്പൊ ഇവരുടെയൊക്കെ വിചാരം കുട്ടികൾ ഒരിടത്ത് അങ്ങ് അടങ്ങിയിരിക്കും, വടിയെടുത്ത് അങ്ങനെ അടക്കിയിരുത്തേണ്ട. അവർ ചെയ്യും. നമ്മളുടെ ഒരു ശ്രദ്ധയുണ്ടായാൽ മതി. അവരെവിടെയെങ്കിലും വീഴുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു ശ്രദ്ധ മാത്രം നമ്മൾക്ക് ഉണ്ടായിരുന്നാൽ മതി. അവരൊന്ന് പാറി നടന്ന് കളിക്കട്ടെ, കൂട്ടുകാരൊക്കെ ഒത്ത് കളിക്കട്ടെ. ഇവരുടെ ജോലിയൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ട് പിടിച്ചിരുത്തി ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നു. അപ്പൊ ഈ കുട്ടി ഇപ്പം നമ്മളത് ആ പാട് കണ്ടുകൊണ്ടായിരിക്കും പേരൻസ് ശ്രദ്ധിച്ചേ. ഇതിന് മുന്നേ കുട്ടി ഇത്തരത്തിൽ പോകാൻ മടിച്ചിരുന്നു. അന്നേ ശ്രദ്ധിക്കണമായിരുന്നു. ഞാൻ പറയുന്നത് വീട്ടിൽ പ്രത്യേകിച്ച് പേരൻസ് ശ്രദ്ധിക്കുക. നല്ല ടീച്ചറിന് നമ്മൾ വിചാരിക്കും, പക്ഷെ നല്ല ആയാന്ന് വിളിക്കും, നമ്മൾ ചിന്തിക്കും. നല്ല ഓട്ടോ ഡ്രൈവർ മാമെന്ന് നമ്മൾ ചിന്തിക്കും, നല്ല അയൽവാസി എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന പേരൻസ് ആണ്. ഇന്നൊന്നും അത്ര നല്ല ആൾക്കാരൊന്നും എല്ലായിടത്തും. കുറെ പേര് പറയുന്നുണ്ട് ക്യാമറകൾ വെക്കണം. കാരണം ഇവിടെ ഇപ്പൊ കേരളത്തിൽ നമുക്ക് മുക്കിലും മൂലയിലും ക്യാമറകളാണ്. അല്ല, ക്യാമറ ഇത് അത്യാവശ്യമാണ്. ഇപ്പൊ ഈ അധ്യാപികരെ വിളിച്ചവര് ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇല്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഞാൻ അടിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് രാവിലെ പോകുമ്പോ ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞെങ്ങനെ? അല്ല, ആ കുട്ടി പറയുന്നതിലും അതേപോലെ തന്നെ കൂടെയുള്ള സഹപാഠികളെയൊക്കെ വിളിച്ചിരുന്നു. അവരുടെ അച്ഛൻ ചോദിച്ചപ്പോഴൊക്കെ പറഞ്ഞപ്പോ കൂടെ ഉണ്ടായിരുന്ന 2 കുട്ടികളും പറഞ്ഞു അങ്ങനെ അടിച്ചിട്ടുണ്ട്. അതെ, കുട്ടിയുടെ മൊഴി മതിയല്ല, അതൊക്കെ പൂട്ടാം. ഇതൊക്കെയാണ് ഇന്നത്തെ നിയമത്തിന് മുമ്പിൽ ഏത് പഴുതും അടക്കാം എന്നുള്ളത്. ഞാൻ പറയാം, കൃത്യമായിട്ട് ക്യാമറകൾ എല്ലാ അംഗനവാടിയിലും സ്കൂളുകളിലും ഓരോ ക്ലാസ്സുകളിൽ സ്ഥാപിച്ചിട്ട് കുഞ്ഞുകുട്ടി, പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളുടെ ക്ലാസ്സുകളിൽ സ്ഥാപിച്ചിട്ട് ഇതിന്റെ ലിങ്കുകൾ എല്ലാ പേരൻസിനും കൊടുത്താൽ മതി. പേരൻസിന് വീട്ടിൽ ഇരുന്നുകൊണ്ട് നോക്കാം, എൻ്റെ കുട്ടി ഇത് ചെയ്യുന്നുണ്ട്. ചെറിയ ക്ലാസ്സുകൾ, വലിയത് ഒരു പക്ഷേ അവരുടെ പ്രൈവസിയെ ബാധിക്കുന്നതായിരിക്കും. എന്നാലും ആവശ്യം എന്തിനാണ്? ഇപ്പൊ ഒരു ക്ലാസ് റൂമിൽ എന്തിനാണ് പ്രൈവസിയുടെ ആവശ്യം? അത് ടീച്ചർ വന്ന് പഠിപ്പിക്കുന്നതോ അല്ലെ എങ്ങനെയാണ് എൻ്റെ മക്കൾ ഇരിക്കുന്നതെന്ന് വീട്ടിലിരുന്ന് കാണാമല്ലോ, പേരൻസിന് കാണാമല്ലോ. അതനുസരിച്ച് അവർക്ക് നിയന്ത്രിക്കും. സത്യം പറഞ്ഞാൽ ഇന്നൊക്കെ ഇത്രയും ടെക്നോളജി വികസിക്കുമ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഗവൺമെന്റ് സ്മാർട്ട് ആവണ്ടേ? സ്മാർട്ട് ക്ലാസ് അല്ല, അംഗനവാടികളൊക്കെ എനിക്ക് തോന്നുന്നു കൃഷ്ണ, എന്ത് പഴയതിനേക്കാളൊക്കെ കുറച്ചുകൂടെ ഒക്കെ മെച്ചപ്പെടുകയും
ഭക്ഷണമൊക്കെ ഇപ്രാവശ്യം നല്ലപോലെ ഭക്ഷണത്തിന്റെ കാര്യമൊന്നും പറയില്ലേ കൃഷ്ണേന്ദു. ബിരിയാണിയുടെ കഥ മാത്രം പറയരുത്. ആ ശംഖു പറഞ്ഞ ബിരിയാണി മൂലം ഇപ്പൊ പ്രധാന അധ്യാപകന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടുന്ന അവസ്ഥയാണ്. അതറിയില്ലേ? ഈ ഭക്ഷണം എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും സർക്കാർ ഇങ്ങനെ പറയും, ബിരിയാണി, മുട്ട, മെനുകളൊക്കെ ഭയങ്കര. ഈ ഓരോ മെനുകൾ പറയുമ്പോഴും ആയമാരുടെ നെഞ്ചത്തും അടി വീഴും, പ്രധാന അധ്യാപകന്റെ നെഞ്ചത്തും അടി വീഴും. കാരണം ഇത് PTA എന്നും ഒക്കെ പകുതി എടുത്ത് കൊടുക്കണം. ഇത് ഒരാൾക്ക് 6 രൂപ അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ ചിലതിന് 4 രൂപയാണ് കൊടുക്കുന്നത്. ഈ 4 രൂപ വെച്ച് പറ്റുമോ? ഇന്ന് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇന്ന് 150 രൂപയുടെ ബിരിയാണിക്ക് 4 രൂപ സർക്കാർ കൊടുത്താൽ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമോ? റേഷൻ അരിയിലെങ്കിലും ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ അതൊക്കെ വെറുതെയാണ്. ഈ സർക്കാർ ഇങ്ങനെ പലതും വെക്കും. എന്നാലും വേണ്ടിയല്ല, പണ്ടത്തെ കഞ്ഞിയേക്കാളും ഭേദം എന്തെങ്കിലും ഒരു കറിയൊക്കെ വേവിച്ച് പിള്ളേർക്ക് കൊടുത്താൽ ഏറ്റവും നല്ലത്. അത്രേ ഉള്ളൂ. സർക്കാർ ഇങ്ങനെ പലതുമൊക്കെ പ്രഖ്യാപിക്കുക, അതൊന്നും ഫലവത്താവുന്നില്ല. ഞാൻ ഈ ബിരിയാണി കഥ കുറെ കേട്ടതാ. അത് കുറെ പ്രധാനാധ്യാപകനും മാത്രമല്ല, ഈ മെനു ഇപ്പം നമ്മുടെ മന്ത്രി ശിവൻകുട്ടി ഇറക്കിയിരിക്കുന്ന മെനു കണ്ട് അന്തം വിട്ട കുറെ ആയമാരുടെ അവസ്ഥ ഞാൻ കണ്ടതാ. ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് പോലും അറിഞ്ഞുകൂടാ അവർക്ക്. മാത്രമല്ല ഇതിനുള്ള ഈ ആയമാർ 2 പേരായിരിക്കും ഒരു സ്കൂളിലുള്ള. ഇവർ ഇത്രയും മെനു എങ്ങനെ ഉണ്ടാക്കാനാണ്? ഒരു കറിയോ 2 കറിയോ ഒക്കെ അവർക്ക് ഉണ്ടാക്കാം. അതിന് തക്കവണ്ണം ജോലിക്കാരില്ല. ഇതിന് വേണ്ടുന്ന ആഹാരത്തിന് വേണ്ടുന്ന സാധനങ്ങൾ വേണ്ടേ? കുഞ്ഞുങ്ങളെ നോക്കണം, ബാത്റൂമിൽ സ്കൂള് ഫുള്ള് വൃത്തിയാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ അവരെ ഇരട്ടി പണികളാണ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വെറുതെയാണ്. പക്ഷെ ഇത്തരത്തിലുള്ള പ്രവണതകൾ, ഈ ശിക്ഷണ പ്രവണതകൾ, അതിപ്പം സ്കൂൾ തലങ്ങളിലായാലും പ്രത്യേകിച്ച് അംഗനവാടിയിലൊക്കെ കുറച്ചുകൂടി നിരീക്ഷണ ക്യാമറകൾ വെക്കുന്നത് നന്നായിരിക്കും. അതിന്റെ ലിങ്ക് ഇപ്പം ഈ നെറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് എല്ലാ പേരൻസിനും ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഒരു അംഗനവാടി കൂടി വന്ന എത്ര പേരാണ്? 40 കുട്ടികൾ അങ്ങനെ അത്ര തന്നെ കാണുമെന്ന് അറിയില്ല. 10-30 പേരെങ്ങനെ കാണും. ഈ 30 പേരൻസിനും കൂടെ ഈ ലിങ്ക് എടുത്തു കൊടുക്കുക. അല്ലെങ്കിൽ 30 പേരൻസും കൂടെ ചേർന്ന് ഒരു ക്യാമറയോ അല്ലെങ്കിൽ മാസം തോറും നെറ്റ് കൊടുത്താലേ അവർക്ക് നഷ്ടമൊന്നും വരത്തില്ല. 1000-1500 രൂപയ്ക്കൊക്കെ ഇഷ്ടംപോലെ ക്യാമറകൾ കിട്ടും. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഈ കുട്ടിയുടെ മേലുള്ള ഈ ഒരു അതിക്രമം, പിന്നെ പ്രത്യേകിച്ച് ഇവർക്ക് കൃത്യമായ പരിശീലനം നൽകുക. മാസത്തിൽ ഒരു വട്ടം ഇവരെ വിലയിരുത്താൻ വേണ്ടി ഹെൽത്ത് സെന്ററുകളിൽ നിന്നും അല്ലെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട ഇതിൽ നിന്ന് ഇവരൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടല്ലോ, ഇതൊക്കെ കൃത്യമായിട്ട് നോക്കുക. കാരണം കുഞ്ഞു കുട്ടികള് എത്രമാത്രം സുരക്ഷിതമാണ് എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. കാരണം അത്രത്തോളം സുരക്ഷിതമായ കാര്യങ്ങളെ നമുക്ക് ഏൽപ്പിച്ചിട്ട് പോകാനും പറ്റത്തുള്ളൂ. കൊച്ചു മക്കൾക്കൊന്നും അറിയില്ല. അപ്പം പ്രത്യേകിച്ച് ഈ പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ, അതായത് ഒരു LKG മുതൽ അല്ലെങ്കിൽ അംഗനവാടി മുതൽ അറ്റ്ലീസ്റ്റ് ഒരു 4ാം ക്ലാസ് വരെയുള്ള ഒരു ക്ലാസ് റൂമുകളിലെങ്കിലും ക്യാമറകൾ, ടീച്ചേഴ്സിൻ്റെ കോർഡിനേഷൻ, അതേപോലെ തന്നെ കുട്ടികളുടെ കൗൺസിലിങ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടത്തേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ പേരൻസ് ശ്രദ്ധിക്കണം. സെക്സ് എഡ്യൂക്കേഷൻ പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കും. വൈകുന്നേരം വരുമ്പം ഈ ഇടയ്ക്ക് ഞാനൊരു ഇത് കണ്ടു. ഒരു ഓട്ടോ ഡ്രൈവർ അല്ലേ, നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഒരു വാർത്ത വന്നത്. ഒരു ഓട്ടോ ഡ്രൈവർ 6 വയസ്സുള്ള കുട്ടിയല്ലേ 2 വർഷമായിട്ട് പീഡിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പം ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണോ 6 വയസ്സുള്ള കുട്ടിയാണോ? എനിക്ക് 6 വയസ്സെന്നാണ് തോന്നുന്നത്. അപ്പം 2 വർഷമായിട്ട് ഈ വയോധികനായിട്ട് വൃദ്ധനായിട്ടുള്ള ഓട്ടോ ഡ്രൈവർ ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത. അപ്പം ഞാൻ ചിന്തിച്ചത് 6 വയസ്സ് വരെ 2023 മുതൽ 2 വർഷം മുമ്പായിരിക്കുമല്ലോ. അപ്പോൾ 2 വർഷം മുമ്പ് ആ കുട്ടിക്ക് എത്ര വയസ്സ് കാണും? 3-4 വയസ്സ് കാണും. അപ്പോൾ ഈ 4 വയസ്സുള്ള കുഞ്ഞിനെ തീർച്ചയായിട്ടും അതിൻ്റെ പേരൻസ് വൈകുന്നേരം വരുമ്പോൾ പരിശോധിക്കും. ഇപ്പം അത്തരത്തിലൊരു സെക്ഷൽ ഇദ്ദേഹം പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ ഒരു അമ്മയ്ക്ക് മനസ്സിലാവും. ആ കുട്ടി പേടിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം ഈ കുട്ടിക്ക് ഈ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടിയാണ്, മീൻസ് അതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള കുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഡേ ടു ഡേ കാര്യങ്ങൾക്കപ്പുറം അതിന് എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ ഒരു അമ്മ അറിയും. കാരണം അതിൻ്റെ ഒരു പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള ഈ ബാത്റൂമിൽ പോകാനും ഒക്കെ ഏതായാലും അവരുടെ പേരൻറ്റിൻ്റെ ഇതില്ലാണ്ട് പോവില്ലല്ലോ. അപ്പം ഏതായാലും ആ പെൺകുട്ടി വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പം ആദ്യത്തെ ദിവസം തന്നെ ഒരു അമ്മ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മുത്തശ്ശിയാണ് നോക്കുന്നതെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷെ ഈ 2 വർഷം കണ്ടിന്യൂസ് ഇത് ചെയ്തിട്ട് അവർക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എന്തുമാത്രം അവിടെ ഒരു സുരക്ഷിതത്വമാണ് സ്വന്തം വീട്ടിലുള്ളത്. സ്വന്തം വീട്ടിൽ എന്താണ്? അപ്പം തീർച്ചയായിട്ടും നമ്മൾ പേരൻസ് എല്ലാവരും ജോലിയുണ്ട്. ഇപ്പം ഞാനും ഒരു പേരൻ്റാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും ആൺകുട്ടികളാണെങ്കിൽ പോലും നമ്മളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം കഴിഞ്ഞ മാസം 16 വയസ്സുള്ള ഒരു പയ്യനാണ് 14 ആണുങ്ങൾ പീഡിപ്പിച്ചത്, ലൈംഗിക പീഡനം, അതിന് പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെ ആപ്പ് വഴി. അപ്പം ഇത്തരത്തിൽ സമൂഹത്തിൽ നിരവധി വിഷയങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പം ഞാനും ഒരു അമ്മയാണ്. ഞാനും ഈ പറഞ്ഞതുപോലെ നമ്മൾ ജോലിക്ക് വരുന്നുണ്ട്. പക്ഷെ വൈകിട്ട് പ്രത്യേകിച്ച് എൻ്റെ ഇളയ കുട്ടി ഇങ്ങനെ വാതോരാതെ സംസാരിക്കും.
സംസാരിക്കും, നമുക്ക് എപ്പോഴും ഒരു ഇറിറ്റേഷനാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ ഞാൻ ഇരുന്ന് കേൾക്കും, ആ എന്തെങ്കിലും ക്യാച്ചിങ് ആയിട്ടുള്ള ഇത് വരുമ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അത് ഞാൻ പിടിച്ചെടുത്ത് ചോദിക്കും. കാരണം അത് എന്താണെന്ന് നമുക്കറിയണമല്ലോ. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്, അവൻ പറയുന്നതിൽ ചിലത് സീരിയസ് ആണ് എന്നുള്ളത്. അപ്പം ഇത്തരത്തിൽ കുട്ടികൾ ഇങ്ങനെ വാദോരാതെ അമ്മ ടീച്ചർ ഇങ്ങനെ അടിച്ചു, അല്ലെങ്കിൽ അവ ഇങ്ങനെ പിച്ചി, അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ വലിച്ചിട്ടു, ഇങ്ങനെയൊക്കെ പറയും. കുട്ടികൾ ഇങ്ങനെ വാദോരാതെ പറയും. അപ്പം നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കുക, കുറച്ച് നേരത്തെ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അച്ഛനായാലും അമ്മയായാലും ഒന്ന് കേൾക്കുക. ചിലപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ അച്ഛന്മാരോടാണ് കൂടുതലും പറയുന്നത്, ഇങ്ങനെ പറയും. അവർക്കറിയില്ലല്ലോ ഇത് നല്ലത് ഏതാ ഇത് അച്ഛനോട് പറയാൻ പറ്റുന്നതാണോ, എന്തായാലും അവർ വാദോരാതെ അങ്ങ് പറയും. അപ്പം ഈ പറയുമ്പം പ്രത്യേകിച്ച് അച്ഛന്മാരൊക്കെ കുഞ്ഞു മക്കളെ, പ്രത്യേകിച്ച് ഇത് കേൾക്കുന്ന പ്രേക്ഷകർ ഒന്ന് പിടിച്ച് നിർത്തി ഒന്ന് അവരെ ഒന്ന് കേൾക്കുമ്പോൾ അറിയുക എന്താണ്. ചിലപ്പോൾ അവർ തമാശയായിട്ടായിരിക്കും ടീച്ചർ അടിച്ചു പിടിച്ചു, പക്ഷെ അതിൻ്റെ കൃത്യമായ കാരണങ്ങൾ ഒരു വേരത് കണ്ടെത്തും. കണ്ടിന്യൂസ് അങ്ങനെ ഒരു അടി കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിയെ അടിക്കുന്നു, ഉപദ്രവിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കുട്ടിയെ ഹറാസ് ചെയ്യുന്നു, വൃത്തികെട്ട സംസാരിക്കുന്നു എന്ന് ടീച്ചറോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യുന്നെങ്കിൽ അതിന് കൃത്യമായ റൂട്ട് കാണും. അത് നിങ്ങൾ കുറച്ചുകൂടെ ചോദിച്ചറിയുമ്പോൾ ഏകദേശം രൂപം കുട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടും. പിന്നെ അത് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടും. കാരണം ഈ പറഞ്ഞോണം ഇന്നത്തെ കാലമാണ്. ഇന്ന് ആ കുഞ്ഞിൻ്റെ ആ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പക്ഷേ ഇതിലൂടെ ഈ നമ്മുടെ സംസാരത്തിലൂടെ തന്നെ ഈ വീഡിയോ ക്ലിപ്പ് ഞങ്ങൾ പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു പക്ഷേ ആ കന്നത്ത് ആ 4 പാട് അന്നത്തെ ദിവസം കണ്ടില്ല എന്നുണ്ടെങ്കിൽ അമ്മയും ശ്രദ്ധിക്കത്തില്ല. കുഞ്ഞ് വീണ്ടും ഇതിനേക്കാളും ക്രൂരമായ മർദ്ദനമായിരിക്കും കുഞ്ഞ് സഹിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ല. നമ്മൾ ഈ കുഞ്ഞിലെ കൊടുക്കുന്നതാണ് അവരെ വളരുമ്പോൾ അവർ നല്ലൊരു വ്യക്തിയായിട്ട് സൊസൈറ്റിയിൽ ഇതാവുന്നത്. കുഞ്ഞിലെ ഇത്തരത്തിലുള്ള ട്രോമകൾ, ഭയമൊക്കെ ഉണ്ടായാൽ അവ ഒരു പക്ഷേ ജീവിതത്തിൽ മുന്നേറാൻ അവന് പ്രയാസമായിരിക്കും. ഒരു പക്ഷേ ഒരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാൻ, 4 പേരോട് സംസാരിക്കാൻ, അവൻ്റെ പഠനത്തിൽ. അപ്പോൾ എത്രയായാലും ഈ അംഗനവാടി മുതൽ ഒരു 4ാം ക്ലാസ് വരെയുള്ള എഡ്യൂക്കേഷൻ, നമ്മുടെ ഒരു കെയറിങ്, അത് എത്ര ജോലി അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് സൂക്ഷിക്കുക, സംരക്ഷിക്കുക.